വാട്സ്ആപ്പ് ഗേസ് ബോക്സ് മേടിന്റെ നാസിമാണ്. ഫോട്ടോഗ്രാഫി മൊബൈലുകൾ ഒരുപാട് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഐഫോണും സാംസങ് ഒക്കെ എല്ലാ ആളുകളും എടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിവോയുടെ എക്സ് സീരീസ് തന്നെയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ X200 കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ X300 എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ മലയാളികളെല്ലാം ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് വിവോയുടെ ഈ ഒരു X300 എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു X300നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഡിസംബർ 2-ാം തീയതിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ X300 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഈ ഒരു മൊബൈൽ ഫോൺ അൺബോക്സിംഗിനും സ്പെസിഫിക്കേഷനും വേണ്ടി തന്നിരിക്കുന്ന ഈരാറ്റുപേട്ടയിലെ O2 ഡിജിറ്റൽ സ്റ്റോർ ആണ്. നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ പ്രീ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതാ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. X300 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള പ്രീ ബുക്കിംഗ് ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു O2 ഡിജിറ്റൽ സ്റ്റോറിൽ വന്നാൽ കിട്ടുന്നതാണ്. എസ്പെഷ്യലി ഈ ഒരു മൊബൈൽ ഫോൺ എല്ലാവരും എടുക്കാൻ കാത്തിരിക്കുമ്പോൾ പ്രൈസ് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. 0 കോസ്റ്റ് EMI നമുക്ക് O2 ഡിജിറ്റൽ സ്റ്റോറിൽ നിന്ന് ഈ ഒരു മൊബൈൽ ഫോൺ സ്വന്തമാക്കാനുള്ള അവസരവും O2 ഡിജിറ്റൽ സ്റ്റോർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ O2 ഡിജിറ്റൽ സ്റ്റോറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും ലൊക്കേഷനും കൊടുത്തിരിക്കാം. ആദ്യം തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസൈൻ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഇൻ ഹാൻഡ് ഫീൽ ആണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ തരുന്നത്. ഈ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ കമ്പനി പറയുന്നത് 190 ഗ്രാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് പറയുന്നത്. പക്ഷേങ്കിൽ ഒരിക്കലും ഈ ഒരു 190 ഗ്രാം നമുക്ക് ഉണ്ടോ എന്ന് ഫീൽ ആകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു ഇൻ ഹാൻഡ് ഫീൽ, ഒരു പ്രീമിയം സെഗ്മെന്റ് കിട്ടുന്നുണ്ടെന്ന്. അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിന്റെ ബാക്ക് വശം വന്നു കഴിയുമ്പോൾ മാറ്റ് ഫിനിഷിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒന്നും പതിയാത്ത രീതിയിലാണ് ഇവരുടെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. എന്റെ കയ്യിരിക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ഒരു മൊബൈൽ ഫോണാണ്. അതേപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ മോഡലിന്റെ കാര്യം എടുത്തു പറയാം. ക്യാമറ അവസ്ഥയ്ക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ എന്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം. അലൂമിനിയം ഫ്രെയിം ആണ് സൈഡ് ബേസിൽ ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ ഡിസൈനിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് വലതുവശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ പവർ സ്വിച്ചും അതേപോലെ തന്നെ വോളിയം കൺട്രോളറും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഫ്ലാറ്റ് ആയിട്ട് ഒന്നും തന്നെ അവർ നമുക്ക് സ്വിച്ചസോ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഡിസ്പ്ലേയുടെ വശത്തേക്ക് നോക്കി കഴിയുകയാണെങ്കിൽ 6.31 ഇഞ്ചിന്റെ ഒരു LPTO AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. HDR10+ അതേപോലെ തന്നെ HDR വിവിഡും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ഇവരെ സപ്പോർട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് അൾട്രാ HD ഇമേജസ് ഈ ഒരു മൊബൈൽ ഫോണിൽ വർക്കാക്കി എടുക്കാനുള്ള ഓപ്ഷനും വിവോ X300 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വിവോ നമുക്ക് വേണ്ടി ഇത്തവണ തന്നിട്ടുണ്ട്. IP68ഉം അതേപോലെ തന്നെ IP69ന്റെയും വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് വരുന്നുണ്ട്. ഏകദേശം 1 മീറ്റർ നമുക്ക് വെള്ളത്തിൽ ഈ ഒരു മൊബൈൽ ഫോൺ പോയി കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ചിപ്സെറ്റിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ എല്ലാവരും സ്നാപ്ഡ്രാഗൺ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്ന MediaTekന്റെ 9500 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. മേ ബി സാംസങ്ങിന്റെ S26 അൾട്രയിൽ വരാൻ പോകുന്ന സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് Elite 5 ആണ് വരാൻ പോകുന്നത്. ആ ഒരു ചിപ്സെറ്റിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഡിമെൻസിറ്റിയുടെ 9500 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോൺ Android 16ലാണ് വരുന്നത്. അതേപോലെ നമുക്ക് ഒറിജിൻ OSലാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ OS വിവോ ഇത്തവണ വിവോ X300 എന്ന് പറയുന്ന ഈ ഒരു മൊബൈലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി എല്ലാവരും കാത്തിരുന്ന ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത്. ദെൻ ഇത്തവണ ഒരു കോംബോ പാക്ക് ആയിട്ട് 50 മെഗാ പിക്സലിന്റെ ഒരു കോംബോ പാക്കുമായിട്ടാണ് X300 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത്. മെയിൻ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ 200 മെഗാ പിക്സലിന്റെ ഒരു OIS സപ്പോർട്ടോട് കൂടി വരുന്ന മെയിൻ ക്യാമറയാണ് വരുന്നത്. X200 നമ്മൾ എല്ലാവരും കണ്ടിരുന്നു. അതിൽ ക്യാമറയുടെ ക്വാളിറ്റി എത്രത്തോളമാണെന്ന് എല്ലാ ആളുകളും അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ X300ലേക്ക് ഇത്തവണ വന്നു കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ക്യാമറയിൽ ഇവർ തന്നിട്ടുണ്ട്. സാമ്പിൾസ്, വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അവസാനമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ കാണുക. ദെൻ അടുത്തതായിട്ട് സെക്കൻഡറി ക്യാമറ ഓപ്ഷൻ വരുന്നത് നിങ്ങൾക്ക് 3x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയുള്ള ഒരു പെരിസ്കോപ്പ് ലെൻസ്, ടെലിഫോട്ടോ ലെൻസ് ആണ്. വിവോയുടെ X സീരീസിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ നോക്കുന്നതും ഈ ഒരു ക്യാമറ തന്നെയാണ്. കാരണം അത്രത്തോളം ക്രിസ്പ് ആൻഡ് ഷാർപ്പ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് ഈ ഒരു ക്യാമറയിലൂടെ കിട്ടുന്നത്. ദെൻ തേർഡ് ക്യാമറ വരുന്നത് ഒരു അൾട്രാ വൈഡ് ലെൻസ് ആണ്. 50 മെഗാ പിക്സലിന്റെ തന്നെയാണ് ഈ ഒരു അൾട്രാ വൈഡ് ലെൻസ് വരുന്നതും. ഇനി നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് X300 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ നമുക്ക് എല്ലാ ക്യാമറ ഉപയോഗിച്ചും 4K 60 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും വിവോ തരുന്നുണ്ട്. 200 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് 30, 60, 120 FPS ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും
വിവോയുടെ X300 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 120 FPS വന്നു കഴിയുമ്പോൾ സ്ലോ മോഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ദെൻ നമുക്ക് അടുത്തതായിട്ട് സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിയുമ്പോഴും 50 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ തന്നെയാണ് വരുന്നത്. 60 FPS നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ ഇതിന്റെ ഒരു ഫ്രണ്ട് ക്യാമറ കേപ്പബിലിറ്റിയും വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് 50 മെഗാ പിക്സലിന്റെ ഒരു ഓൾ റൗണ്ടർ ആയിട്ടുള്ള 3 ക്യാമറ ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 200 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും വരുന്നുണ്ട്. ദെൻ അടുത്തതായിട്ട് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് വിവോ നൽകിയിരിക്കുന്നത്. NFC സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് പോർട്ട് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. വൈഫൈയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ തന്നെ ഈ ഒരു X300 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് വിവോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തവണ നമുക്ക് അൺലോക്കിംഗ് ഫീച്ചർ ആയിട്ട് ഇൻ ഫിംഗർ ഡിസ്പ്ലേയിൽ തന്നെയാണ് അൺലോക്കിംഗ് സിസ്റ്റം നമുക്ക് വിവോ X300 തന്നിരിക്കുന്നത്. ദെൻ ഇനി നമുക്ക് ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ തവണ X200 കണ്ടതിനേക്കാൾ കൂടുതലായിട്ടുള്ള ബാറ്ററി കേപ്പബിലിറ്റി നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ തന്നിട്ടുണ്ട്. ഇതൊരു കുഞ്ഞൻ മൊബൈൽ ഫോണാണ്, പക്ഷേങ്കിൽ ഇതിൽ ഇപ്പോഴും ഇവര് 6040 mAh ബാറ്ററി കേപ്പബിലിറ്റി തന്നിട്ടുണ്ട്. മറ്റ് കമ്പനികളുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയം സെഗ്മെന്റിലുള്ള മൊബൈൽ ഫോണിൽ പോലും 5000 mAh ബാറ്ററി മാത്രമാണ് നല്ല വിലയ്ക്ക് വരെ ലക്ഷങ്ങൾ വരുന്ന വിലയ്ക്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു കുഞ്ഞൻ മൊബൈൽ ഫോണിൽ വിവോ നമുക്ക് വേണ്ടി 6040 mAh ബാറ്ററി തരിക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇനഫ് ആയിട്ട് ഡേ ടു ഡേയിൽ നമുക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാനും ഈ ഒരു ബാറ്ററി കേപ്പബിലിറ്റി തരുന്നുണ്ട്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. പല കമ്പനികളും നമുക്ക് ചാർജർ ബോക്സിനോടൊപ്പം എടുത്ത് കളയുമ്പോൾ കൂടി വിവോയുടെ ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് ചാർജർ ഉൾപ്പെടെ, അതും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉൾപ്പെടെയാണ് വിവോ X300 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 40 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും അതേപോലെ തന്നെ വയേർഡ് ആയിട്ടുള്ള റിവേഴ്സ് ചാർജിങ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട്. പെർഫോമൻസ് ഗ്രീക്ക് ബെഞ്ച് മാർക്കിലേക്കും അതേപോലെ തന്നെ അൺഡു ടു സ്കോറിലേക്കും വന്നു കഴിഞ്ഞാൽ 20 ലക്ഷത്തിന് മുകളിലാണ് അൺഡു സ്കോർ വരുന്നത്. 9843 ആണ് ഗ്രീക്ക് ബെഞ്ച് മാർക്ക് വരുന്നത്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റ് ആയിരിക്കും എല്ലാ ആളുകളും കാത്തിരിക്കുന്നത്. പ്രൈസ് സെഗ്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ വലിയൊരു പ്രൈസ് സെഗ്മെന്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത്യാവശ്യം എല്ലാ രീതിയിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രൈസ് സെഗ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. X200 നോക്കിക്കഴിയുമ്പോൾ ഏകദേശം 90,000 വന്നിരുന്നത്. ഇപ്പോഴും വിവോയുടെ X200 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആളുകൾ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമുക്ക് വില കുറയാതെ തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ നിൽക്കുന്നത്. പലപ്പോഴും പല കമ്പനികളും ഇറങ്ങിക്കഴിഞ്ഞ് മൊബൈൽ ഫോണൊക്കെ പ്രീമിയം ലോഞ്ചിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വില ഡ്രോപ്പ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴും X200 എന്ന് പറയുന്ന ഇതിന്റെ കുഞ്ഞനായിട്ടുള്ള ഇതിന്റെ കഴിഞ്ഞ ജനറേഷനിലെ മൊബൈൽ ഫോണിൽ വില കുറഞ്ഞിട്ടില്ല. ദെൻ ഇനിയൊരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് ആയിരിക്കും എല്ലാ ആളുകളും കാത്തിരിക്കുന്നത്. പ്രൈസ് സെഗ്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു വില തന്നെയായിരിക്കും നമുക്ക് മുന്നിലേക്ക് വിവോ X300 എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞ മൊബൈലിൽ വരാൻ പോകുന്നത്. ഏകദേശം 70,000 മുതൽ 80,000 രൂപയ്ക്ക് ഇടയ്ക്കായിരിക്കാം ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഇൻബോക്സിൽ നമുക്ക് പ്രിന്റഡ് ആയിട്ട് വരുന്നത് 83,999 ആണ്. എങ്കിൽ കൂടി നോർമലി നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു 5,000 ഒക്കെ കുറച്ചതിന് ശേഷമായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ 70 to 80 ഇടയ്ക്കായിരിക്കും ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റ് എന്ന് പറയാൻ കാരണം.